8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ പബ്ലിക് എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 6-ാം തീയതി ആണ് കേട്ടോ മക്കളെ. അപ്പോൾ മാർച്ച് 6-ാം തീയതി നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാണ് 2 മണി തുടങ്ങിയിട്ട് 3:45 വരെ നിങ്ങൾക്ക് ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ 1ൻ്റെ എക്സാം ആണുള്ളത്. അതിനുശേഷം ട്യൂസ്ഡേ, അതായത് 6-ാം തീയതി നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എക്സാം വരുന്നത് 10-ാം തീയതി ആണ് എക്സാം വരുന്നത്. അപ്പോൾ അത്രയും ദിവസം നമുക്ക് ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 3:15 വരെ നിങ്ങൾക്ക് ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ 2ൻ്റെ എക്സാം ആണുള്ളത്. അതിനുശേഷം 10-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ 11 ലീവാണ്. 12-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 3:45 വരെ എൻ്റെ കുട്ടികൾക്ക് ഇംഗ്ലീഷിൻ്റെ എക്സാം ആണ് വരുന്നത്. അതിനുശേഷം 12-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ എക്സാം വരുന്നത് 17-ാം തീയതി ആണ്. 17-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 3:45 വരെ ബേസിക് സയൻസിൻ്റെ എക്സാം ആണ് വരുന്നത്. അതിനുശേഷം 17 കഴിഞ്ഞാൽ 18 ലീവ്. 19-ാം തീയതി ആണ് അടുത്ത എക്സാം. 1:30 മുതൽ 3:15 വരെ മാത്സിൻ്റെ എക്സാം ആണ് വരുന്നത്. അതിനുശേഷം 24-ാം തീയതിയാണ്. 24-ാം തീയതി, അതായത് 19-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എക്സാം വരുന്നത് 24-ാം തീയതി ആട്ടോ. 24-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 3:15 വരെ ഹിന്ദിയാണ്. 24 കഴിഞ്ഞാൽ 25 ലീവ്. 26-ാം തീയതി 1:30 മുതൽ 4:15 വരെ ആർട്സ് സ്പോർട്സ് ആൻഡ് വർക്ക് എക്സ്പീരിയൻസ്. ലാസ്റ്റ് 27-ാം തീയതി ആയിട്ടാണ് നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് എക്സാം വരുന്നത്. 2 മണി തുടങ്ങിയിട്ട് 3:45 വരെ. അപ്പോൾ ഇതിൽ ആക്ച്വലി സോഷ്യൽ സയൻസ് ഒക്കെ പഠിക്കാനായിട്ട് നല്ല സമയമുണ്ട്. ആക്ച്വലി പഠിക്കാൻ നമുക്ക് അധികം സമയങ്ങൾ കിട്ടാത്തത് ഒരൊറ്റ ദിവസം മാത്രമേ ഇടയിൽ ഗ്യാപ്പുള്ളൂ, ഇത് മാത്സിന്. ഓക്കെ, അപ്പം മാത്സ് ആണ് ഇച്ചിരി നിങ്ങൾക്ക് എന്താ പറയുക ഒരൊറ്റ ദിവസം ഗ്യാപ്പുള്ളൂ. അതിനുള്ളിൽ നമുക്ക് പുതിയ ചാപ്റ്റേഴ്സൊന്നും പഠിക്കാനുള്ള ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് മാത്സ് നന്നായിട്ട് ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ. ബാക്കിയുള്ളതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് അത്യാവശ്യം ടൈം കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പിന്നെ അവസാന നിമിഷത്തേക്ക് വെച്ച് എന്താ പറയുക അന്നേരം നോക്കാം എന്ന് വിചാരിച്ചിരിക്കരുത്. ഇപ്പം മുതലേ എൻ്റെ കുട്ടികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലുള്ള ഇതുവരെയുള്ള പോർഷൻസൊക്കെ നിങ്ങൾക്ക് നോട്ടില്ല, അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ആദ്യം മുതലുള്ള ചാപ്റ്റേഴ്സ് നമ്മുടെ ടീച്ചേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നതായിരിക്കും. പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം. അടുത്ത നമ്മുടെ 9ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 9ാം ക്ലാസ്സിൻ്റെ നമ്മുടെ എക്സാമിനറുടെ ബാച്ചായിട്ടുള്ള ആൽഫ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കാം. അപ്പോൾ 9ാം ക്ലാസ്സിൽ നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ 8ാം ക്ലാസ്സിൻ്റെ പൈസ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ക്രാഷ് ബാച്ച് എൻ്റെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് തീരുമാനിക്കുക. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാൻ തുടങ്ങുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.